1 വർഷം കൂടി കടന്നുപോയി. രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് കുമാരന്മാർ യൗവനത്തിലേക്ക് പദമൂന്നിക്കഴിഞ്ഞു. തന്റെ പുത്രന്മാരെന്നോ പാണ്ഡുപുത്രന്മാരെന്നോ ഒരു വേർതിരിവും ധൃതരാഷ്ട്രർ കാണിച്ചില്ല. അതുകൊണ്ടുതന്നെ ധൃതരാഷ്ട്രർ എല്ലാ സദ്ഗുണങ്ങളും ഒത്തുചേർന്ന യുധിഷ്ഠിരനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ധൃതരാഷ്ട്രരുടെ പുത്രനായ ദുര്യോധനന് തന്റെ പിതാവിന്റെ ഈ നടപടി ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും ദുര്യോധനൻ നേരിട്ടൊന്നും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. തനിക്ക് വാർദ്ധക്യമായി, ഇനി യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കട്ടെ എന്നതായിരുന്നു ധൃതരാഷ്ട്രരുടെ ചിന്ത. ദുര്യോധനന് ഉള്ളിൽ പകയുടെയും അസൂയയുടെയും കനലുകൾ കെടാതെ എരിഞ്ഞുകൊണ്ടേയിരുന്നു. രാജ്യകാര്യങ്ങളിൽ പ്രവേശിച്ച യുധിഷ്ഠിരൻ ഭീഷ്മരുടെയും മറ്റും അനുഗ്രഹത്തോടെ രാജ്യകാര്യങ്ങൾ മികച്ച രീതിയിൽ തന്നെ നോക്കി നടത്തുവാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ പ്രജകളുടെ സ്നേഹം നേടിയെടുക്കുവാനും നല്ലൊരു ഭരണാധികാരി എന്നുള്ള അംഗീകാരം സ്വന്തമാക്കുവാനും യുധിഷ്ഠിരന് കഴിഞ്ഞു. തന്റെ അനുജന്മാരുടെ സഹായത്തോടെ പല രാജ്യങ്ങളും കീഴടക്കി സ്വന്തം രാജ്യത്തിന്റെ അധികാര അതിർത്തികൾ വർദ്ധിപ്പിക്കുകയും പ്രജകളുടെ ഹിതം പോലെ സത്യധർമ്മത്തോടെ രാജ്യം ഭരിക്കുകയും ചെയ്തു യുധിഷ്ഠിരൻ. അങ്ങനെ യുധിഷ്ഠിരന്റെ കീർത്തി നാടെങ്ങും പരന്നു. എല്ലാവരും അദ്ദേഹത്തെ അതിരറ്റ് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. തങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ജനങ്ങൾക്കു വേണ്ടി സത്യധർമ്മത്തിൽ ഉറച്ചു വിശ്വസിച്ച് നേരിന്റെ വഴികളിലൂടെ രാജ്യഭരണം നടത്തുന്ന യുധിഷ്ഠിരൻ എന്ന രാജാവിന്റെ രാജ്യത്ത് ജീവിക്കുന്നതിൽ ജനങ്ങൾക്ക് അഭിമാനവും സന്തോഷവും തോന്നിയ കാലം. ജനങ്ങളെല്ലാം പാണ്ഡുപുത്രന്മാരെ പുകഴ്ത്തുകയും തന്റെ പുത്രന്മാരെ അവഗണിച്ചു പറയുകയും ചെയ്യുന്നതിൽ ധൃതരാഷ്ട്രർക്ക് അല്പം ദുഃഖമുണ്ടായി എന്നതാണ് സത്യം. പുത്രവത്സലനായ ധൃതരാഷ്ട്രർക്ക് ഇത്തരത്തിൽ ദുഃഖമുണ്ടായതിൽ തെല്ലും അത്ഭുതപ്പെടുവാനില്ല. അതുമാത്രമല്ല, തന്റെ മകൻ ദുര്യോധനനും അവന്റെ സഹോദരങ്ങൾക്കും ഇതിൽ ഏറെ ദുഃഖിക്കുന്നുണ്ടെന്നും ധൃതരാഷ്ട്രർ മനസ്സിലാക്കുന്നു. അവസാനം ധൃതരാഷ്ട്രർ കണികൻ എന്ന മന്ത്രിയെ വിളിച്ചു വരുത്തുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, പ്രിയപ്പെട്ട മന്ത്രി, അങ്ങയോട് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. പറയണം മഹാരാജാവേ, എന്തായാലും നമുക്ക് പരിഹാരത്തിന് ശ്രമിക്കാം. പറയൂ മഹാരാജൻ. ധൃതരാഷ്ട്രർ പറഞ്ഞു തുടങ്ങി. എൻ്റെ മക്കൾക്ക് ലഭിക്കാത്ത സ്നേഹവും അംഗീകാരങ്ങളും പാണ്ഡവർക്ക് ലഭിക്കുന്നു. എൻ്റെ മകൻ ദുര്യോധനന് അതിൽ ദുഃഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ മന്ത്രി, ഈ അവസരത്തിൽ ഞാൻ എന്തു ചെയ്യണം? ഇതിനെന്താണ് ഒരു പരിഹാരം? ധൃതരാഷ്ട്രരുടെ മനസ്സ് നല്ലതുപോലെ മനസ്സിലാക്കിയ മന്ത്രി രാജനീതികളെപ്പറ്റിയെല്ലാം വിസ്തരിച്ചു തന്നെ പറയുന്നു. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന ശത്രുജയത്തിനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം തനിക്ക് ഗുണം ലഭിക്കാത്ത ശത്രുക്കളെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ നശിപ്പിക്കുക, അതാണ് എനിക്ക് പറയുവാനുള്ളതെന്ന് മന്ത്രി ധൃതരാഷ്ട്രരോട് പറയുന്നു. മനസമാധാനത്തിനും കാര്യവിജയത്തിനും വേണ്ടി ഉചിതമായ ഉപായങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും മന്ത്രി ധൃതരാഷ്ട്രരെ ഓർമ്മിപ്പിക്കുന്നു. ധൃതരാഷ്ട്രർ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. യുധിഷ്ഠിരൻ മികച്ച ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. രാജ്യം എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി പ്രാപിക്കുന്നുമുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ, അവരുടെ ദുഃഖം എനിക്ക് കാണാതിരിക്കുവാൻ വയ്യ. ദുര്യോധനൻ്റെ മനസ്സ് അതെനിക്ക് നന്നായി അറിയാം. ധൃതരാഷ്ട്രരുടെ മനസ്സ് ഏറെ കലുഷമായി തീരുന്നു. മന്ത്രിയുടെ സംസാരം തുടരുകയാണ്. അല്ലയോ മഹാരാജാവേ, പാണ്ഡവർ ബലവാന്മാരാണ്, ജനസമ്മതരുമാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ രാജാവ് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ച് കാര്യം നേടിയെടുക്കുകയാണ് വേണ്ടത്. പാണ്ഡവർ ഈ രാജധാനിയിൽ ഉള്ളിടത്തോളം അങ്ങയുടെ മക്കൾക്ക് സമാധാനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നീട് അങ്ങയ്ക്ക് പശ്ചാത്താപം തോന്നാത്ത വിധം കാര്യങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് ഉത്തമം. മന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വീണ്ടും ആലോചനയിൽ മുഴുകുന്നു. പാണ്ഡവരുടെ അഭിവൃദ്ധിയിൽ ദുര്യോധനൻ അസൂയാലുവായിത്തീരുന്നു. അങ്ങനെ അമ്മാവനായ ശകുനിയോടും ആത്മമിത്രമായ കർണനോടും ഗൂഢാലോചനകൾ നടത്തുന്നു. പാണ്ഡവർ ഇനിയും അജയ്യരായിത്തീരുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. പാണ്ഡവരെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കണമെന്നു തന്നെ ദുര്യോധനൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദുര്യോധനൻ ഒരു ദിവസം പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറയുന്നു. പിതാവേ, അങ്ങ് സത്യത്തിൽ ഞങ്ങളുടെ എല്ലാം ഭാവിയെ നശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പാണ്ഡവരുടെ ദാസന്മാരായി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങേക്ക് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് ഇളയച്ഛനായ പാണ്ഡു രാജാവായി എന്നല്ലാതെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് രാജ്യാവകാശം ലഭിക്കുന്നത്? ജ്യേഷ്ഠനായ അങ്ങയുടെ മക്കളല്ലേ രാജാവാകേണ്ടത്? ഇപ്പോൾ യുധിഷ്ഠിരൻ രാജാവായതുകൊണ്ട് അവരെല്ലാം അഭിമാനികളായിരിക്കുന്നു. ഇനി അവരുടെ മക്കളും മക്കളുടെ മക്കളും രാജാക്കന്മാരായിത്തീരും. ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഒരിക്കലും ഇനി രാജ്യാവകാശം ലഭിക്കുകയില്ല. ക്രമേണ ഞങ്ങൾ രാജവംശത്തിൽ നിന്നു തന്നെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ദുര്യോധനൻ ആത്മരോഷത്തോടെ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി. പുത്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ മൗനമായി നിന്നു. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു, മകനെ, നീ പറയുന്നത് ശരിയാണ്. ഭീഷ്മപിതാമഹൻ്റെയും മറ്റും വാക്കുകൾ കേട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ യുധിഷ്ഠിരനെ യുവരാജാവാക്കി കഴിഞ്ഞു. അദ്ദേഹം നല്ല നിലയിൽ ഭരണം നടത്തുന്നുമുണ്ട്. ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നാണ് നീ പറയുന്നത്?
സൂത്രശാലിയായ ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു: പാണ്ഡവരും ഞങ്ങളും കൂടി ഒന്നിച്ച് ഇവിടെ താമസിച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോവുകയില്ല. അച്ഛന് പ്രായമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിവിടം വിട്ടു പോകുവാനും സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയാം. പാണ്ഡവർക്ക് മറ്റൊരു രാജകൊട്ടാരം ഉണ്ടാക്കി കൊടുക്കണം. അവിടെ യുധിഷ്ഠിരൻ യുവരാജാവായി വാണുകൊള്ളട്ടെ. എനിക്കതിൽ എതിരഭിപ്രായമില്ല. അവർക്ക് അവരുടെ കൊട്ടാരത്തിൽ സുഖമായി താമസിക്കാം. ഞങ്ങൾക്ക് സ്വൈര്യമായി ഇവിടെയും താമസിക്കാം. ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് ഇങ്ങനെ പറഞ്ഞു നിർത്തി. ദുര്യോധനന്റെ ഈ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേട്ട ധൃതരാഷ്ട്രർക്ക് മകന്റെ ഈ നിർദ്ദേശങ്ങളിൽ കാര്യമുണ്ടെന്ന് തോന്നി. അങ്ങനെ ദുര്യോധനന്റെ ഈ നിർദ്ദേശങ്ങളിൽ വശംവദനായിപ്പോയ ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരെ വാരണാവതത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. ഭീഷ്മരും വിതുരനും ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ധൃതരാഷ്ട്രർ തങ്ങളോടൊന്നും ആലോചിക്കാത്തതുകൊണ്ട് അവർ ബോധപൂർവം മൗനം നടിച്ചു. പാണ്ഡവരെ വാരണാവതത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ ധൃതരാഷ്ട്രർ തീരുമാനിച്ചതോടുകൂടി അനന്തര കാര്യങ്ങളെല്ലാം നടത്തുവാൻ ദുര്യോധനൻ തന്നെ മുൻകൈയെടുക്കുന്നു. വാരണാവതത്തെക്കുറിച്ച് ധാരാളം പുകഴ്ത്തി പറയുവാൻ ദുര്യോധനൻ പലരെയും ഏർപ്പാടാക്കി. അങ്ങനെ വാരണാവതത്തിലേക്ക് പോകുവാൻ പാണ്ഡവർക്കും ഉള്ളിൽ ആഗ്രഹം ജനിക്കുന്നു. വാരണാവതത്തിലേക്ക് പുറപ്പെടുവാൻ പാണ്ഡവർക്കും ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ പാണ്ഡവരെ വിളിപ്പിച്ച് ഇങ്ങനെ പറയുന്നു: ഉണ്ണികളെ, വാരണാവതം വളരെ വിശേഷപ്പെട്ട ഒരു നഗരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്മയോടുകൂടി കുറച്ചുകാലം അവിടെ പോയി താമസിക്കുക. അവിടുത്തെ ഉത്സവങ്ങളിലൊക്കെ പങ്കുകൊണ്ട് കുറച്ചുകാലം സന്തോഷത്തോടെ അവിടെ കഴിയുക. എന്തു പറയുന്നു? ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് ശുദ്ധനായ യുധിഷ്ഠിരൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭീഷ്മർ, വിതുരൻ തുടങ്ങിയവരോടെല്ലാം പാണ്ഡവർ യാത്ര പറയുന്നു. പാണ്ഡവർ വാരണാവതത്തിലേക്ക് യാത്ര തിരിക്കുന്നു. കൗരവന്മാരും അവർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. പക്ഷേ വിതുരൻ മാത്രം ഈ സന്തോഷത്തിൽ പങ്കുകൊണ്ടില്ല. അവിടെ പാണ്ഡവരെ കാത്ത് വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.